ഓഷ്യൻ വ്യോങ് എഴുതിയിട്ടുള്ള ത്രഷോൾഡ് എന്നുള്ള പോവാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓഷ്യൻ വ്യോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വിയറ്റ്നാമിൽ 1988 ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ജസ്റ്റ് 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ജനിച്ച ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, പറിച്ച് നടപ്പെടുന്നതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് കൾച്ചറൽ ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ, സെക്ഷുവാലിറ്റി ആയിക്കോട്ടെ, ഫാമിലി റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ആ ഒരു റെഫ്യൂജി എന്നുള്ള നിലയ്ക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് തരത്തിലാണ് അവരെ ബാധിച്ചിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോം തന്നെ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഉമ്മർപ്പടിയാണ്. അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നൊരു സ്ഥലമാണെന്ന് ഈ ഉമ്മർപ്പടി എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ശാരീരികമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എത്തിയിട്ടില്ല, എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കൗമാര കാലഘട്ടമാണെന്നോ ഒക്കെ നമുക്ക് പറയാവുന്ന ഒരു ടൈമിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്ന, അങ്ങോട്ട് എത്തിയിട്ടുമില്ല, ഇവിടെ നിന്ന് വിടുകയും ചെയ്തു, അത്തരത്തിലുള്ള ഒരു ഇമോഷൻസ് ആണ് ഇതിനകത്ത് പറയുന്നതെന്നൊക്കെ നമുക്കൊരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ട്. നമുക്ക് ആ ഒരു പോം വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ദിവസം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ത് ചെയ്യാണ്, പാട്ടൊക്കെ പാടി കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഷവറിലാണ്. അപ്പോൾ അങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ഇദ്ദേഹം ഒരു താക്കോൽ പഴുതിലൂടെ നോക്കി കാണുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അച്ഛൻ്റെ ആ ഒരു പാട്ടിനെ ആസ്വദിക്കുന്ന ആ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈൻസിലോട്ട് പോകുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇൻ ദ ബോഡി വർക്ക് എവറിത്തിങ് ഹാസ് എ പ്രൈസ്, ഐ വാസ് എ ബെഗർ. അപ്പോൾ അദ്ദേഹം സ്വയം പറയുകയാണ്, ബോഡി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാത്തിനും കൃത്യമായിട്ടൊരു പ്രൈസ് ഉണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇത്ര വില അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാത്തിനും ഒരു മൂല്യമുണ്ട്, എല്ലാത്തിനും ഒരു വിലയുണ്ട്. പക്ഷെ അവിടെ എൻ്റെ കേസ് എന്താണെന്ന് പറയുന്നത്, ഐ വാസ് എ ബെഗർ. പക്ഷെ ഞാൻ എന്താണ്, ഒരു യാചകനാണ്, അല്ലെങ്കിൽ ഒരു ബെഗറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ല, ആ ഒരു മെച്ചുറേഷനിലേക്ക് പോയിട്ടില്ല എന്നുള്ളതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് സ്വയം ഒരു ബെഗറായിട്ട് നമുക്ക് അവരുടെ ആ ഒരു ഫിസിക്കൽ സിറ്റുവേഷനിലേക്കാൾ ഉപരി നമുക്ക് വേണമെങ്കിൽ അവർ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ കാരണം അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഇൻകംപ്ലീറ്റ്നെസ്, ഞാൻ കംപ്ലീറ്റ് അല്ല, ഞാനിപ്പോഴും എന്തോ ഒന്നും ഇല്ലാത്തൊരു യാചകൻ്റെ അവസ്ഥയാണ് എന്നുള്ളൊരു മാനസികമായ ചിന്തയായിരിക്കാം. ഇതിലേക്ക് നമുക്ക് ആ ഒരു ഐ വാസ് എ ബെഗർ എന്നുള്ളൊരു ടേം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. On my knees I watched through the keyhole, not the man showering but the rain falling through him. പിന്നെ അദ്ദേഹം പറയണം ഓൺ മൈ നീസ്, മുട്ടുകുത്തിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ ബെഗർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ആ ബെഗറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് നോക്കാം. ഓൺ മൈ നീസ്, മുട്ടുകുത്തി എന്ന് യാചിക്കുന്ന ഒരു ബെഗറിൻ്റെ സിറ്റുവേഷനിലേക്ക് നമുക്കതിനെ കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ, മുട്ടുകുത്തി നമ്മൾ എപ്പോഴാണ് നിൽക്കാറുള്ളത്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. മുട്ടുകുത്തി നിൽക്കുന്ന സിറ്റുവേഷൻ നമുക്കൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ആരാധന എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ആരെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്, ഇവിടെ ഫാദറിനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഫാദറിനോടുള്ള ഒരു ആരാധന, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സ്നേഹം, ആ ഒരു അട്രാക്ഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. ഐ വാച്ച്ഡ്, അങ്ങനെ മുട്ടുകുത്തി നിന്നിട്ടാണ് അദ്ദേഹം നോക്കുന്നത്. ത്രൂ ദ കീ ഹോൾ, ആ ഒരു കീ ഹോൾ കൂടെയാണ് നോക്കുന്നത്. നോട്ട് ദ മാൻ ഷവറിങ് ബട്ട് ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം. അപ്പോൾ ആൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആളിനെ പറയുന്നുണ്ട്, ആ ഒരാൾ ഷവർ ചെയ്യുന്നതല്ല ഞാൻ നോക്കുന്നത്, ബട്ട് ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം, അദ്ദേഹത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു മഴയെയാണ് ഞാൻ നോക്കുന്നത്. ഷവറിൽ മഴ പെയ്യുന്ന പോലെയുള്ള വെള്ളം വരിക, അതിനെയാണ് ഞാൻ നോക്കുന്നത്. കുറച്ചും കൂടെ സൗന്ദര്യാത്മകമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ആ ഒരു നെഗറ്റീവായിട്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു മഴ അദ്ദേഹത്തിൻ്റെ ദേഹത്തു കൂടെ അങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ അതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെയും പറയുന്നത് എന്താണ്, നോട്ട് ദ മാൻ ഷവറിങ്, കുളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അല്ല ഞാൻ നോക്കുന്നത്, മറിച്ച് ഇവിടെ സ്വയം ആ ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ പറയുന്നത് എന്താണ്, ആ ഒരു അച്ഛൻ സ്വയം എന്ത് ചെയ്യുകയല്ല എന്നാണ് പറയുന്നത്, സ്വയം കുളിക്കുകയല്ല എന്നാണ് പറയുന്നത്, മറിച്ച് എന്താണ്, ആ ഒരു മഴ അദ്ദേഹത്തിൻ്റെ മേൽ സ്വയമേവ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം ആ ഒരു എന്താ പറയുക ഇമിഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു മൈഗ്രൻ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ സ്വയം ഒന്നും ചെയ്യാനില്ല, എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ്, അദ്ദേഹം അവിടെ സ്വയം ഷവർ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് എന്താണ്, ആ ഒരു മഴ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ നോക്കുന്നത്. ഗിറ്റാർ സ്ട്രിങ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ്. അപ്പോൾ ആ ഒരു വെള്ളം വീഴുന്ന ആ ഒരു പ്രോസസ്സിനെ അദ്ദേഹം എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ആ ഒരു ഗിറ്റാർ സ്ട്രിങ്സ് പൊട്ടുന്നത് പോലെ, ഇങ്ങനെ ആ ഷോൾഡറിലേക്ക്, തടിച്ച ഷോൾഡറിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ഇങ്ങനെ വെള്ളത്തുള്ളി വീഴുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന പോലെ സൗണ്ട് ഉണ്ടാകുമല്ലോ, അതിനെ കമ്പയർ ചെയ്യുന്നത് ഗിറ്റാറിൻ്റെ കമ്പികൾ പൊട്ടിപ്പോകുന്നത് പോലത്തെ ശബ്ദത്തോടാണ്. മൊത്തം മ്യൂസിക്കായിട്ടാണ് അദ്ദേഹം റിലേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹി വാസ് സിംഗിങ്,
അപ്പോൾ അദ്ദേഹം എന്താണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് വൈ ഐ റിമെമ്പർ ഇറ്റ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഓർമ്മ. കാരണം ഹി വാസ് സിംഗിങ് എന്നാണ് പറയുന്നത്. അന്ന് അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അന്ന് ഞാനങ്ങനെ നോക്കിയ സമയത്ത് അദ്ദേഹം കുളിക്കുന്നതിന് കൂടെ പാട്ടും പാടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് ഇപ്പോഴും ഓർമ്മ. ഹിസ് വോയിസ് ഇറ്റ് ഫിൽഡ് മീ ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്താണ്, എൻ്റെ ആ ഒരു സ്കെൽട്ടൺ പോലെ എൻ്റെ ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അത്രയും രസകരമായൊരു ശബ്ദമായിരുന്നു. ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ മൈ നെയിം നെൽ ഡൗൺ ഇൻസൈഡ് മീ ആസ്കിങ് ടു ബി സ്പെയർഡ്. ആ ഒരു സമയത്ത് എന്തായാലും ഒരു നല്ല കാര്യമല്ലല്ലോ ഒരാൾ ഷവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒളിഞ്ഞു നോക്കുകയെന്ന് പറഞ്ഞാൽ മോശം കാര്യമാണ്. അപ്പം അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുട്ടുകുത്തി നിന്ന് യാചിക്കുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സ്വയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയണം, വേണ്ട അതൊന്ന് ഒഴിവാക്കി വിട്, ആസ്കിങ് ടു ബി സ്പെയർഡ്, അതൊന്ന് ഒഴിവാക്കി വിട്, വേണ്ട ഈ പരിപാടി ചെയ്യേണ്ട, ഇത് മോശമാണ് എന്ന് പറയുന്ന രീതിക്ക് അദ്ദേഹത്തിന് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട്. ഹി വാസ് സിംഗിങ് ഇറ്റ് ഇസ് ഓൾ ഐ റിമെമ്പർ. വീണ്ടും അദ്ദേഹം പറയണം, അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഓർക്കുന്നത്, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഫോർ ഇൻ ദ ബോഡി എവറിത്തിങ് ഹാസ് എ പ്രൈസ്. വീണ്ടും ആ ഒരു ബോഡീനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശരീരത്തിൽ എല്ലാത്തിനും ഒരു പ്രൈസ് ഉണ്ട്. ഐ വാസ് അലൈവ്. എനിക്ക് എന്താണ് ജസ്റ്റ് ജീവനുണ്ട്, അത്ര തന്നെയാണ് ഉള്ളൂ. അല്ലാതെ എല്ലാവരുടെയും ബോഡിയിലുള്ള പോലെ അത്രയും ഒരു മൂല്യം എനിക്ക് സ്വയം ഫീൽ ചെയ്യുന്നില്ല. ഐ ഡിഡ്ന്റ് നോ ദർ വാസ് എ ബെറ്റർ റീസൺ. അതിനെന്താണ് കൃത്യമായിട്ടൊരു റീസൺ ഉണ്ടോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ദാറ്റ് വൺ മോർണിംഗ് മൈ ഫാദർ വുഡ് സ്റ്റോപ്പ് എ ഡാർക്ക് കോൾഡ് പോസ്റ്റ് ഇൻ ഡൗൺ പവർ. അങ്ങനെ ഒരു രാവിലെ ഇതേപോലെ ഇങ്ങനെയൊക്കെ ഇത് സ്ഥിരം പതിവാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം, അച്ഛൻ ആ കുളി നിർത്തുകയാണ്. അതിനെ കമ്പയർ ചെയ്യുന്നത് എന്തായിട്ടാണ്, എ ഡാർക്ക് കോൾഡ് പോസ്ഡ് ഇൻ ഡൗൺ പവർ എന്നാണ് പറയുന്നത്. ഡാർക്ക് കോൾഡ് എന്ന് പറയുന്നത് കറുത്ത കുതിര. അപ്പോൾ അത് കറുത്ത കുതിര എന്നുള്ളത് അത്രയും എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള, അതിപ്പോൾ ഫിസിക്കലി ആയിക്കോട്ടെ സെക്ഷലി ആയിക്കോട്ടെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അച്ഛൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കറുത്ത കുതിര എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എ ഡാർക്ക് കോൾഡ് പോസ്ഡ് ഇൻ ഡൗൺ പവർ, ആ ഒരു വെള്ളം വീഴ്ചയിൽ നിന്നും ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കുതിര, അതായത് അച്ഛൻ ആ കുളി നിർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലിസൺ ഫോർ മൈ ക്ലച്ച് ബ്രെത്ത് ബിഹൈൻഡ് ദ ഡോർ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു കുളിക്കുന്നതിനിടയ്ക്ക് അച്ഛന് എന്തോ സംശയം തോന്നുകയാണ്, ആരുടെയോ ഒരു ശബ്ദം അല്ലെങ്കിൽ ശ്വാസം പിടിച്ച് നിൽക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് ശ്രദ്ധിക്കുകയാണ്. അതായത് മകൻ പുറത്ത് എവിടെയെങ്കിലും ശ്വാസം പിടിച്ച് നിന്ന് കുളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അദ്ദേഹം ഇങ്ങനെ സൗണ്ട് ശ്രദ്ധിച്ചിട്ട് കേൾക്കുകയാണ് എന്താണ് ശബ്ദം എന്നുള്ളത്. ഐ ഡിഡ്ന്റ് നോ ദ കോസ്റ്റ് ഓഫ് എൻട്രിങ് എ സോങ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഊഹിക്കാം അവിടെ അദ്ദേഹം പിടിക്കപ്പെട്ടു, മകൻ അവിടെ പുറത്തുണ്ടെന്നുള്ള അച്ഛൻ മനസ്സിലാക്കി. ഐ ഡിഡ്ന്റ് നോ ദ കോസ്റ്റ് ഓഫ് എൻട്രിങ് എ സോങ് വാസ് ടു ലോസ് യുവർ വേ ബാക്ക്. അപ്പം അദ്ദേഹം ഒരു പാട്ട് കേട്ടതിന് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടോ, തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും വലിയൊരു പ്രശ്നമുണ്ടാവും, തിരിച്ചു പോകാൻ സ്വന്തം വഴി നഷ്ടപ്പെടുന്ന അത്രയും വലിയൊരു പ്രശ്നമുണ്ടാവും ഞാൻ ഊഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയൊരു റെസ്പോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും വലിയ നെഗറ്റീവ് ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും അദ്ദേഹത്തിന് അതിനുശേഷം അച്ഛൻ്റെ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവർ എന്താണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നില്ല. സോ ഐ എൻജോയ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പോയത്. സോ ഐ ലോസ്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മേ ബി ആ അച്ഛനും മകനും നമ്മൾ റിലേഷൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത് മൈ ഐസ് വൈഡ് ഓപ്പൺ. അതെല്ലാം നഷ്ടപ്പെട്ടത് എന്തിൽ കൂടെയാണ്, ഞാൻ ആ കണ്ണിങ്ങനെ വൈഡ് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നിന്ന ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു.